KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ മറനീക്കിയത്. അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ K. സുധാകരൻ അയോഗ്യനാണെന്ന് VD സതീശൻ നേതൃത്വത്തെ അറിയിച്ചു. അതേസമയം KPCC അധ്യക്ഷനെ വിശ്വാസത്തിലെടുക്കാതെ പുനഃസംഘടനയുമായി മുന്നോട്ടു പോകരുതെന്ന് AICC നേതൃത്വത്തോട് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. സുധാകരനുള്ള പിന്തുണയും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചെന്നിത്തല പരസ്യമാക്കി. എന്തായാലും KPCC പ്രസിഡന്റ് പ്രാപ്തനല്ലേ ഇലക്ഷൻ നടത്താൻ? അല്ല, അദ്ദേഹം ഏറ്റവും നല്ല പ്രാപ്തനായ വ്യക്തിയല്ലേ. പക്ഷേ പാർട്ടിയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനം. പ്രതിപക്ഷ നേതാവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അപമാനിച്ചിറക്കി വിട്ടാൽ കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് K. സുധാകരൻ ദീപാദാസ് മുൻഷിയെ അറിയിച്ചു. സുധാകരനെ പെട്ടെന്ന് ഒഴിവാക്കിയാൽ സാമുദായിക സമവാക്യങ്ങളിൽ വിള്ളൽ വീഴുമെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളിയും ഈഴവ സമുദായവും ഇടഞ്ഞാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ആശങ്കയും നേതൃത്വത്തിനുണ്ട്. അതിനിടെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ പിന്തുണയോടെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്കെത്താൻ ആന്റോ ആന്റണിയും നീക്കം സജീവമാക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പിന്തുണയോടെയാണ് ഈ നീക്കമെന്നാണ് സൂചന. KPCC അധ്യക്ഷ സ്ഥാനത്തിന് തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവിയും അവകാശവാദം ഉന്നയിച്ചു. അതേസമയം തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം തിരിച്ചുപിടിച്ചതിനു ശേഷം അക്കാര്യം പരിഗണിക്കാമെന്നായിരുന്നു AICC പ്രതിനിധികളുടെ മറുപടി. VS ശിവകുമാർ, ശരത്ചന്ദ്ര പ്രസാദ് തുടങ്ങിയ നേതാക്കളും അധ്യക്ഷ സ്ഥാനത്തേക്ക് അവകാശവാദമുന്നയിച്ച് രംഗത്തെത്തി. നേതൃത്വത്തിൽ ഉടലെടുത്തിരിക്കുന്ന അഭിപ്രായ ഭിന്നതകളിൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയും കടുത്ത അതൃപ്തിയിലാണെന്നാണ് വിവരം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഒരു പദവിയിലും കടിച്ചു തൂങ്ങാൻ ഇല്ലെന്ന് തുറന്നു പറയുകയാണ് K. സുധാകരൻ. KPCCയിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യത്തോടായിരുന്നു K. സുധാകരന്റെ പ്രതികരണം. എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ KPCC പ്രസിഡന്റായി തുടരാൻ സമ്മതിച്ചാൽ മതി. എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. KPCC പ്രസിഡന്റായിട്ടില്ലെങ്കിൽ ഞാനങ്ങ് വായിലങ്ങ് പറഞ്ഞു പോകുന്നില്ല. ഞാൻ ജനമനസ്സിലുണ്ട്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ ആരെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല പാർട്ടിക്കകത്ത്. അങ്ങനെ ഒരു പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് UDFന്റെ നേതാവാണ്. കോൺഗ്രസ് KPCCയുടെ പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ്. അതുകൊണ്ട് K. സുധാകരൻ മാറുമ്പോൾ സതീശൻ മാറണം ഇല്ല. സതീശൻ മാറുമ്പോൾ K. സുധാകരൻ മാറണം ഇല്ല. അതാത് രണ്ട് സെപ്പറേറ്റാണ്.